ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമുക്കൊരു അയൺ ഫാം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതിനുള്ള റിസോഴ്സസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, ഞാൻ ഈ ചെസ്റ്റിലാണ്, ഇതിനകത്തൊരു ഐറ്റവും വെക്കാത്തതുകൊണ്ട് ഞാൻ ഈ ചെസ്റ്റിലാണ് റിസോഴ്സൊക്കെ ഗ്യാദർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും റിസോഴ്സസാണ് നമ്മുടെ അയൺ ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ ഗൈസ്, ഞാൻ നെതറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ AFK നിന്നാണ്ട് ഇത്രയും വില്ലേജസിന് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം, എവിടെ ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 300 ബ്ലോക്ക് ദൂരെയായിട്ട് നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ആ വില്ലേജിൽ നിന്നാണ് നമുക്ക് അയൺ ഫാമിനുള്ള ബെഡൊക്കെ ഞാൻ കളക്ട് ചെയ്തത്. ഗൈസ്, നമ്മൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഇവിടെ ടെറാഫോമൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് ആ അയൺ ഫാം ഉണ്ടാക്കി ചെറിയൊരു ട്യൂട്ടോറിയൽ പോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞാൻ ഐറ്റംസ് എടുക്കാൻ നമ്മുടെ വീട്ടിലോട്ടൊന്ന് വന്നായിരുന്നു. അപ്പം നമുക്ക് പുതിയൊരു പട്ടിക്കുട്ടീനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനൊരു പേര് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഈ ഒരു പൂച്ചയ്ക്ക് നിങ്ങളെ പേരൊന്നും കമൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ ഇതിന് 2 എണ്ണത്തിനൊരു പേര് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ആദ്യം നിങ്ങളിങ്ങനെ ഫാമിൻ്റെ സെൻറ്ററിലോട്ട് വന്നിട്ട് 3 ബ്ലോക്ക് മൈൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു ബെല്ലെടുത്തിട്ട് ഇതേപോലെ വെക്കല്ല്. ഇതേപോലെ താഴോട്ട് നോക്കിയല്ല വെക്കേണ്ടത്. ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്താണ് വെക്കേണ്ടത്. ഇങ്ങനെ ഇതേപോലെ കാരണം നമുക്ക് പിന്നെ ഇതിൻ്റെ അടിയിലത്തെ ബ്ലോക്സൊക്കെ മൈൻ ചെയ്യാൻ മാറ്റാനുള്ളതാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഇതേപോലെ മൈൻ ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് മൈൻ ചെയ്യണേ. എന്നിട്ട് ഞാൻ വെക്കുന്ന പോലെ ഇതേപോലെ ബെഡൊക്കെ നിരത്തി വെക്കുക. ഓക്കെ, ഇതേപോലെയാണ് നമ്മൾ ബെഡൊക്കെ വെക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇതിന് ഫുള്ള് കവർ ചെയ്ത് കാർപ്പറ്റ് വെക്കണം. ഇതേപോലെയാണ് വെക്കേണ്ടത്. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ വർക്ക് സ്റ്റേഷൻ എടുത്ത് ഞാൻ വെക്കുന്ന പോലെ വെക്കുക. അതുകൊണ്ട് ഇതേപോലെ വെക്കുക, നടുക്ക് ഓരോ ബ്ലോക്കൊക്കെ വെച്ചിട്ട് ഇതേപോലെ. എന്നിട്ട് നിങ്ങളിത് ഫുള്ള് കവർ ചെയ്യണം. ഇതേപോലെ. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക് വെച്ചിട്ട് ഇതേപോലെ ഒരു ലെയറും കൂടെ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെയാണ് വെക്കേണ്ടത്. ഇനി നിങ്ങൾ കുറച്ച് ബ്ലോക്ക്സ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ റൂഫ് സെറ്റ് ആക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഒരു ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഇപ്പുറത്തൊരു ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ഈ നമ്മൾ വെച്ച 2 ബ്ലോക്ക് കൂടെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഒരു റൂഫ് അവിടെ സെറ്റ് ചെയ്യുക. ഇത് ചുറ്റും ഇതേപോലെ റൂഫ് സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ വെക്കുന്ന പോലെ സ്ലാബ് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഫാമിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് ഒരു 3x3 ബ്ലോക്ക് കുഴിക്കുക. എന്നിട്ട് 4 ബ്ലോക്ക് ഡീപ്പ് വെക്കുക. എന്നിട്ട് ഇതേപോലെ ട്രാപ്പ് ഡോർ വെച്ചിട്ട് അത് തുറന്നു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്ന് ഇതേപോലെ പിന്നെയും ട്രാപ്പ് ഡോർ വെച്ചിട്ട് അത് തുറന്നു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഫാമിൻ്റെ അകത്തോട്ട് അടിയിലോട്ട് കുഴിക്കുക. അങ്ങോട്ട് എത്ര ബ്ലോക്ക്സ് വേണേലും, എത്ര ബ്ലോക്കും അല്ല, കുറച്ച്, ഇത്രയും മതിയായിരിക്കും, ഇത്രയും മതി. എന്നിട്ട് നിങ്ങൾ ആ ഫാമിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ ചെയ്യുക. ഇനി വില്ലേജേഴ്സിനെയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം.
ഗായ്സ്, ഒരു വലിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ വില്ലേജറിനെ ട്രാൻസ്പോർട്ട് ചെയ്തേണ്ട സമയത്ത് ഒരു ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ച്. ഞാൻ റീസ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ ഏതാണ്ട് സ്പോണിൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ട്. സീരിയസ്ലി എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഗായ്സ്, നമ്മളിവിടെ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രിയുമായി. ഞാനിവിടെ ഒരു ഡാർക്ക് ഓക്ക് ഫോറസ്റ്റിൽ പെട്ടിരിക്കുകയാണ്. ഫുള്ള് മോബ്സാണ്. എങ്ങനെയും നമുക്ക് നമ്മുടെ ബേസിൽ എത്തണം. പിന്നെ ഈ എഫേർട്ടിന് ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തരണേ. ഓക്കെ ഗൈസ്, നമ്മൾ എന്തോ ഭാഗ്യത്തിൽ നമ്മൾ അവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അയൺ ഫാമിൻ്റെ അടുത്ത് വന്ന് എത്തിയിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ഹാർട്ട് മാത്രമേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും ചാവാം. നമുക്ക് ഇച്ചിരി ഫുഡ് എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് നമ്മുടെ ടൂൾസും അതൊക്കെ അവിടെ കിടക്കുവാണ്. എന്തോ ചെയ്യണമെന്നുള്ള നമുക്ക് എല്ലാം കിറ്റായിട്ട് വില്ലേറിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ഐറ്റംസൊക്കെ കിട്ടി. പക്ഷേ നമ്മുടെ ആ ക്രീപ്പർ പൊട്ടിത്തെറിച്ചപ്പോൾ നമ്മുടെ ഈ നെതർ പോർട്ടൽ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് മറ്റേ നമ്മുടെ അയൺ ഫാമിൽ നിന്ന് ലാവ എടുത്തുകൊണ്ട് വന്നിട്ട് ഇച്ചിരി പ്ലാങ്ക്സ് ഒക്കെ വെച്ചത് കത്തിക്കാമെന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് നോക്കാൻ പറ്റുമെന്ന്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ലാവ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ആദ്യം ഒന്ന് ഒഴിച്ച് നോക്കാം അത് കത്തുന്നൊന്ന്. ഓക്കെ ഗൈസ്, അത് കത്തിയിട്ടുണ്ട്. നമ്മളത് ലാവാശിന് മാറ്റി മുകളിലോട്ട് അടിച്ചിട്ടുണ്ട്. അത് കത്തിയിട്ടുണ്ട്. അത് ഏതോ ഭാഗത്തിന് അത് കത്തി. ഇനി നമുക്ക് കുറച്ച് ആ വില്ലേറിനെ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്താൽ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇത്രയും വില്ലേജേഴ്സിനെ ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ഒരു അയൺ ഗോളവും സ്പോൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വില്ലേജറിനെ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാം. ഗൈസ്, നമ്മളങ്ങനെ 20 വില്ലേജറിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അയൺ ഫാമിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു 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 ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ നടുക്കൊരു സ്കെലട്ടനെ ഇടണം. ആ സ്കെലട്ടനാണെങ്കിൽ നമ്മുടെ അയൺ ഗോളത്തിനെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളുണ്ടാക്കിയ ഹോളിലായിരിക്കും കൊണ്ടിടാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ അയൺ ഫാം വർക്കാവുന്നത്. നമുക്ക് ഈ രാത്രി പറ്റുമോ നോക്കാം, ഇത് ഇടാൻ പറ്റുമെന്ന്. ഗൈസ്, നിങ്ങൾ അയൺ ഫാം ഉണ്ടാക്കി രാത്രിയാകുമ്പോൾ ഈ വില്ലേജർ ഇങ്ങനെ വെക്കാന്ന് വെച്ചാൽ ഈ കാർപ്പറ്റിൻ്റെ അടിയിൽ ഈ വില്ലേജർ കിടന്ന് ഉറങ്ങുവാണ്. നമുക്ക് ആ രാത്രിയിൽ സ്കെലട്ടനെ കയറ്റാൻ പറ്റില്ല. അതോടൊപ്പം നമ്മുടെ ഈ അയൺ ഫാമിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ക്രീപ്പർ പൊട്ടിത്തെറിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സോംബി ഹോഴ്സ് കണ്ടിട്ടുണ്ട്. ആ സോംബി ഹോഴ്സിൻ്റെ മുകളിൽ ഒരു സോംബി ഉണ്ടായിരുന്നു. ആ സോംബിയുടെ ഒരു സ്പിയർ ഉണ്ടായിരുന്നു. ആ സ്പിയർ വെച്ച് നമ്മൾ ഒരു പ്രാവശ്യം പോലും അത് കൊന്നിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് ഈ രാത്രി ഇതിനെ പിടിച്ചിടാൻ പറ്റുമോ നോക്കാം. പക്ഷേ ആ രാത്രി പോലും നമുക്കതിനെ പിടിച്ചിടാൻ പറ്റില്ല. കാരണം നമ്മളതിനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഈ അയൺ ഗോളാണ് അതിനെ തല്ലിക്കൊന്ന്. നമുക്ക് നോക്കണം എങ്ങനെയും ഇത് പിടിച്ചിടണം. ഓക്കെ ഗൈസ്, നമ്മളതിനെ പിടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അയൺ ഫാമിൻ്റെ മുകളിലെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളതിന് പേര് കൊടുത്ത് സ്നൈപ്പർ പുരുഷു എന്ന് പറഞ്ഞതിന് പേര് കൊടുത്ത്, കാരണം അത് ഡീസ്പോൺ ആവാതിരിക്കാൻ. പിന്നെ നമുക്ക് ഒരുപാട് അയൺ കിട്ടി. ഒരുപാടൊന്നും കിട്ടിയില്ല, നമുക്ക് കുറച്ച് അയൺ കിട്ടി. ഒരു ഹാഫ് സ്റ്റാക്ക് അയൺ കിട്ടി. അത് വെച്ച് നമ്മളൊരു അയൺ ആർമറും ടൂൾസ് സെറ്റാക്കി. ഇനി എനിക്ക് ഇതിനകത്തൊരു ഒരുപാട് നേരം AFK നിൽക്കേണ്ടി വരും. 2 മണിക്കൂർ AFK തന്നെ നമുക്ക് തന്നെ ഒരുപാട് സ്റ്റാക്ക് അയൺ കിട്ടും. ഒരു 14 സ്റ്റാക്കൊക്കെ നമുക്ക് ഒരു 2 മണിക്കൂർ, 14 20 സ്റ്റാക്കെങ്കിലും നമുക്ക് 2 മണിക്കൂർ നിന്ന് നമുക്ക് ഈ അയൺ ഫാമിൽ നിന്ന് ഒപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണം. അതോ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുന്നതിന് പകരം ഒരു നെതർ ഹബ്ബ് ഉണ്ടാക്കണമെന്ന് ഞാൻ ആലോചിക്കട്ടെ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.